നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാമിക ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കർക്കിടക മാസത്തിലെ കറുത്ത പക്ഷ ഏകാദശിയാണ് കാമിക ഏകാദശി. പവിത്ര ഏകാദശി എന്നും പ്രസിദ്ധമായ ഈ വ്രതം നോറ്റാൽ എല്ലാ തടസ്സങ്ങളും അകന്ന് ജീവിതത്തിൽ ഐശ്വര്യവും ആഗ്രഹ സാഫല്യവും ഉണ്ടാകുന്നതാണ്. മാത്രമല്ല ഇഹലോകത്തും പരലോകത്തും സർവ്വ സൗഭാഗ്യങ്ങളും സമ്മാനിക്കുന്നതാണ് വിഷ്ണു പ്രീതികരമായ ഈ വ്രതം. കാമിക ഏകാദശി ദിവസം ചതുർഭുജങ്ങളിൽ താമരപ്പൂവും ശംഖചക്ര ഗദയും ധരിച്ചിരിക്കുന്ന ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ ശ്രീധരനായും ഹരിയായും മധുസൂദനായും മാധവനായും ഉപാസിക്കണം എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി വിഷ്ണു ദ്വാദശ മന്ത്രജപം ഉത്തമമാണ്. ശരിയായി ഈ വ്രതം നോറ്റാൽ ലഭിക്കുന്ന അപാരമായ പുണ്യത്താൽ മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായി പൂർത്തിയാക്കാനാകുന്നതാണ്. മാത്രമല്ല എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുന്നതുമാണ്. ഇനി പിതൃദോഷ ദുരിതം തീർക്കുവാനും ഈ ഏകാദശി വ്രതത്തിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. മാത്രമല്ല ഈ ദിവസം തീർത്ഥസ്നാനം ചെയ്യുന്നതിലൂടെ അശ്വമേധ യാഗത്തിന് തുല്യമായ ഫലവും ലഭിക്കുന്നതാണ്. മഹാഭാരത കാലത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് കാമിക ഏകാദശിയുടെ ഫലങ്ങളെക്കുറിച്ച് വിവരിച്ചതായി പറയുന്നുണ്ട്. ബ്രഹ്മാവ് നാരദമുനിക്ക് പകർന്നു നൽകിയ കാമിക ഏകാദശി വ്രത മാഹാത്മ്യമാണ് ശ്രീകൃഷ്ണൻ ധർമ്മരാജാവിനോട് പറഞ്ഞത്. ലൗകിക ജീവിതത്തിലെ എല്ലാ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിന് കാമിക ഏകാദശി വ്രതം അനുഷ്ഠിച്ച് വിഷ്ണു ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ തുളസി ഇലകളാൽ അർച്ചന ചെയ്യുന്നത് അതിശ്രേഷ്ഠമാണ്. പാപമോചനം നൽകി വ്യക്തിയെ പവിത്രീകരിച്ച് ഒടുവിൽ വിഷ്ണു ഭഗവാൻ മോക്ഷം തന്നെ പ്രദാനം ചെയ്യുന്നു. ചാതുർമാസ്യ വ്രതകാലത്തെ ആദ്യ ഏകാദശി എന്ന സവിശേഷതയും ഈ ഏകാദശിക്കുണ്ട്. കാമിക ഏകാദശിയിൽ തുളസി പൂജയ്ക്ക് വളരെയധികം പ്രാധാന്യമാണുള്ളത്. ഈ ദിവസം തുളസിച്ചെടി കാണുന്നത് പോലും സർവ്വപാപകരമാണ്. എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് കാമിക ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത്. ദശമി, ഏകാദശി, ദ്വാദശി ഈ 3 ദിവസങ്ങളിലായിട്ടാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. ദശമി ദിവസം മുതൽ മത്സ്യമാംസാദികൾ ത്യജിച്ച് ഒരിക്കലെടുത്ത് വ്രതം ആരംഭിക്കുക. ദ്വാദശി ദിവസം വരെ ബ്രഹ്മചര്യം പാലിക്കുക. ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപ് തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിക്കുക. വിഷ്ണു ഭഗവാനെ സങ്കല്പിച്ച് ഭജിച്ചും ധ്യാനിച്ചും ഭഗവാന്റെ അനുഗ്രഹം തേടുക. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രങ്ങൾ നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. കുറഞ്ഞത് 108 തവണയെങ്കിലും ജപിക്കണം. ഏകാദശി നാൾ പൂർണ്ണമായും ഉപവസിക്കുകയാണ് നല്ലത്. ഇനി അതിന് കഴിയാത്തവർക്ക് ലഘുവായി ഫലങ്ങളും പാലും മറ്റും കഴിക്കാവുന്നതാണ്. ഇനി വ്രതം അനുഷ്ഠിക്കുന്നവർ ഉള്ളി, വെളുത്തുള്ളി തുടങ്ങിയ താമസ സ്വഭാവമുള്ള ഭക്ഷണം ഒഴിവാക്കുക. മദ്യം, പുകവലി എന്നിവയും പൂർണ്ണമായും ഒഴിവാക്കുക. ശാന്തമായും സൗമ്യമായും കഴിയുക. നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. നല്ല വാക്കുകൾ പറയുക. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ പകൽ ഉറങ്ങുവാൻ പാടില്ല. വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ അന്നദാനം, വസ്ത്രദാനം തുടങ്ങിയ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതും നല്ലതാണ്. ഇനി ഏകാദശിയുടെ വളരെ പ്രധാനപ്പെട്ട ഹരിവാസര സമയത്ത് ഭക്ഷണവും വെള്ളവും ഒഴിവാക്കി വിഷ്ണു നാമ മന്ത്രങ്ങൾ ജപിക്കുക. ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിപ്പിക്കുന്നതും ഉത്തമമാണ്. ദ്വാദശി നാളിൽ രാവിലെ വിഷ്ണു ക്ഷേത്രത്തിലെ തീർത്ഥം അല്ലെങ്കിൽ തുളസിയിലയിട്ട ജലം സേവിച്ച് പാരണ വീടാവുന്നതാണ്. ഇനി വ്രതം എടുക്കുന്നവരും സാഹചര്യങ്ങൾ കൊണ്ട് വ്രതം എടുക്കുവാൻ സാധിക്കാത്തവരും ഏകാദശി ദിവസം നിങ്ങളെക്കൊണ്ട് കഴിയും വിധം വീട്ടിൽ പൂജ ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ നിങ്ങളുടെ പൂജാമുറിയിൽ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെയോ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപാകെയോ ഒരു നെയ് ദീപം കൊളുത്തുക. ഇനി നെയ്യില്ല എങ്കിൽ നല്ലെണ്ണ ദീപം കൊളുത്താവുന്നതാണ്. രണ്ടാമതായി ജലം തീർത്ഥമാക്കുക. മൂന്നാമതാദ്യം ഗണപതി ഭഗവാന്റെ അനുഗ്രഹമാണ് നേടിയെടുക്കേണ്ടത്. തുടർന്ന് വിഷ്ണു നാമം ജപിക്കുക. ഓം നമോ നാരായണായ ജപിച്ചുകൊണ്ട് ജലവും പൂവ്, ഗന്ധം, ദീപം, ധൂപം, നിവേദ്യം തുടങ്ങിയവ ഭഗവാന് സമർപ്പിക്കുകയും മധുര പലഹാരങ്ങളും പഴങ്ങളുമെല്ലാം സമർപ്പിക്കാവുന്നതുമാണ്. പിന്നീട് വിഷ്ണു ദ്വാദശ മന്ത്രം, വിഷ്ണു സഹസ്രനാമം, വിഷ്ണു ദ്വാദശനാമം, വിഷ്ണു അഷ്ടോത്തരം, വിഷ്ണു ശതനാമ സ്തോത്രം, അച്യുതാഷ്ടകം തുടങ്ങിയവ ജപിക്കാവുന്നതാണ്. വൈകിട്ടും യഥാശക്തി ഇതുപോലെ തന്നെ വിഷ്ണു പൂജ നടത്തുക. 2025 ജൂലൈ 21 തീയതിയാണ്
കാമിക ഏകാദശി വരുന്നത്. ദേശീയ വർഷമായ ശകവർഷപ്രകാരം ശ്രാവണ മാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയാണ് കാമിക ഏകാദശി. എന്നാൽ ചാന്ദ്രപക്ഷ രീതിയിൽ ശ്രാവണ മാസം തുടങ്ങുന്നത് ജൂലൈ 25-നാണ്. കേരളത്തിൽ വ്രതാചരണത്തിന് അടിസ്ഥാനമാക്കുന്നത് ചാന്ദ്രമാസമാണ്. അപ്പോൾ ആഷാഢ മാസത്തിലെ ഏകാദശിയിലാകും ഇവിടെ കാമിക ഏകാദശി ആചരിക്കുക. പാപമോചനവും ഐശ്വര്യ സമൃദ്ധിയുമാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. ഏകാദശി തിഥിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിച്ചേരുന്ന 12 മണിക്കൂർ സമയത്തെയാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. കാമിക ഏകാദശിയുടെ ഹരിവാസര സമയം ജൂലൈ 21-ാം തീയതി പുലർച്ചെ 4:18 മുതൽ അന്നു പകൽ 3:02 വരെയാണ്. ഈ സമയത്ത് ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം അഖണ്ഡ നാമജപം ചെയ്യുന്നത് അത്യുത്തമമാണ്. ഹരിവാസർ സമയം പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു സമയമാണ് പാരണ വീടേണ്ട സമയം. 2025 ജൂലൈ 22-ാം തീയതി രാവിലെ 5:57 മുതൽ 7:06 വരെയാണ് പാരണ വീടേണ്ട സമയം. വ്രതം അനുഷ്ഠിക്കുന്നവർ ഈ ഒരു സമയത്ത് തന്നെ കൃത്യമായും പാരണ വീടുക. ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടുക. വ്രതം അനുഷ്ഠിക്കുന്നവർ വിഷ്ണു ദ്വാദശ മന്ത്രം കഴിയുന്നത്ര തവണ ചൊല്ലുന്നത് നല്ലതാണ്. ഓം കേശവായ നമഃ, ഓം നാരായണായ നമഃ, ഓം മാധവായ നമഃ, ഓം ഗോവിന്ദായ നമഃ, ഓം വിഷ്ണവേ നമഃ, ഓം മധുസൂദനായ നമഃ, ഓം ത്രിവിക്രമായ നമഃ, ഓം വാമനായ നമഃ, ഓം ശ്രീധരായ നമഃ, ഓം കൃഷികേശായ നമഃ, ഓം പത്മനാഭായ നമഃ, ഓം ദാമോദരായ നമഃ. 108 തവണ ഈ മന്ത്രം ചൊല്ലുവാൻ സാധിക്കുന്നവർക്ക് 108 തവണ ഈ ദ്വാദശ മന്ത്രം ചൊല്ലാവുന്നതാണ്. കാമിക ഏകാദശി വരുന്ന ജൂലൈ 21 ആ ഒരു തീയതിയിൽ തന്നെ പ്രത്യേകമായ ഒരു യോഗം രൂപപ്പെടുന്നുണ്ട്. ഈ യോഗം ശരിയായ രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ശത്രുക്കളിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. മാത്രമല്ല മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുന്നതുമാണ്. കൂടാതെ പൂർത്തിയാകാത്ത നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും സഫലമാകുന്നതുമാണ്. അതിനായി കാമിക ഏകാദശി ദിവസം ചെയ്യേണ്ട അതിശക്തിയാർന്ന 3 പരിഹാരങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ആദ്യം തന്നെ ഈ തീയതിയുമായി ബന്ധപ്പെട്ട സംഖ്യാപരമായ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. 21 എന്ന തീയതിയിലെ അക്കങ്ങൾ കൂട്ടിയാൽ, അതായത് 2+1 കൂട്ടിയാൽ 3 ഉത്തരം ലഭിക്കുന്നത്. 3 എന്നത് ഗുരുവിൻ്റെ സംഖ്യയാണ്. ജൂലൈ മാസം എന്നത് 7ാമത്തെ മാസം. ഇനി 2025 കൂട്ടിയാൽ, അതായത് 2+0+2+5 ഇത് കൂട്ടുമ്പോൾ 9 ലഭിക്കുന്നത്. ഇത് കൂടിച്ചേരുമ്പോൾ 379 എന്ന ഏഞ്ചൽ നമ്പറാണ് രൂപപ്പെടുന്നത്. അതിശക്തിയാർന്ന ഈ ഏഞ്ചൽ നമ്പർ ഏതൊരാഗ്രഹങ്ങളെയും വേഗത്തിൽ തന്നെ സഫലമാക്കുവാൻ സഹായിക്കുന്നതാണ്. കൂടാതെ മറ്റുള്ളവരെ നന്നായി സഹായിക്കുവാനുള്ള നിങ്ങളുടെ കഴിവിനെ ഇത് വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ വിവേകം ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി 1ാമത്തെ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ ഇടത് ഉള്ളം കൈയിൽ പച്ച അല്ലെങ്കിൽ നീല നിറത്തിലുള്ള പേന കൊണ്ട് 379 എന്ന ഏഞ്ചൽ നമ്പർ എഴുതുക. ഇനി ഉള്ളം കൈയിൽ ഈ ഏഞ്ചൽ നമ്പർ എഴുതുമ്പോൾ ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അത് നടന്നു കഴിഞ്ഞതായി മനസ്സുകൊണ്ട് പറയുക. ഈ ഏഞ്ചൽ നമ്പർ കയ്യിലെഴുതി അരമണിക്കൂർ വരെ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അരമണിക്കൂറിന് ശേഷം ആ നമ്പർ മാഞ്ഞു പോയാലും കുഴപ്പമില്ല. ഭഗവാനിൽ പൂർണ്ണമായി വിശ്വസിച്ച് കാമിക ഏകാദശി ദിവസം ഈ പരിഹാരം ചെയ്തു നോക്കൂ. ഉറപ്പായും ഇതുവരെയും നിങ്ങളുടെ പൂർത്തിയാകാത്ത ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് സഫലമാകുന്നതാണ്. ഇനി 2ാമത്തെ പരിഹാരത്തിനായി ഒരു ആലിലയാണ് ആവശ്യമുള്ളത്. ആൽമരത്തിൻ്റെ ചുവട്ടിൽ കൊഴിഞ്ഞു വീണ ആലിലയാണെങ്കിലും മതിയാകും. ആലില നല്ല ശുദ്ധമായ വെള്ളം കൊണ്ട് നല്ലതുപോലെ കഴുകി തുടച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് കുങ്കുമം ചാലിച്ചൊരു പേസ്റ്റ് പരുവത്തിലാക്കുക. ആ പേസ്റ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ ആഗ്രഹം 1 അല്ലെങ്കിൽ പരമാവധി 3 ആഗ്രഹങ്ങൾ വരെ ഒറ്റ വാക്കിൽ ഇലയിൽ എഴുതുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും കലഹമാണ്, കുടുംബത്തിൽ സമാധാനവും സന്തോഷവുമാണ് വേണ്ടതെങ്കിൽ സ്നേഹം എന്നെഴുതാവുന്നതാണ്. ഇനി ഒരുപാട് കടമുണ്ട്, ആ കടം തീർക്കുവാൻ പണമാണ് ആവശ്യമെങ്കിൽ പണം എന്നെഴുതാവുന്നതാണ്. രോഗങ്ങളുള്ളവർക്ക് ആരോഗ്യം എന്നെഴുതാം. ആഗ്രഹിച്ച ജോലി അല്ലെങ്കിൽ വിദേശ ജോലിയാണെങ്കിൽ ജോലി എന്നെഴുതാവുന്നതാണ്. ഇങ്ങനെ
നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോസിറ്റീവായ രീതിയിൽ ഒറ്റ വാക്കിൽ എഴുതുക. ആലിലയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതിയതിന് ശേഷം ഇലയുടെ മറുവശത്ത് ഓം വിഷ്ണവേ നമഃ എന്നെഴുതുക. എഴുതിയതിന് ശേഷം ഈ ഇല വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ആ വിളക്ക് കൊളുത്തിയതിന് സമീപത്തായി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഓം നമോ ഭഗവതേ വാസുദേവായ നമ ശിവായ എന്ന മന്ത്രം ജപിക്കുക. അതായത് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ മഹാദേവനും വിശേഷപ്പെട്ട ദിവസമാണിത്. ഇനി മന്ത്രം 108 തവണയാണ് ചൊല്ലേണ്ടത്. ഇനി 108 തവണ ചൊല്ലുവാൻ സാധിക്കാത്തവർക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന അത്ര സമയം ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. എഴുതിയ ഇല 24 മണിക്കൂർ നിങ്ങളുടെ പൂജാമുറിയിൽ തന്നെ ഇരിക്കട്ടെ. പിറ്റേ ദിവസം ഈ ഇല എടുത്ത് വീട്ടിലെ ചെടിച്ചട്ടിയുടെ ചുവട്ടിൽ കുഴിച്ചിടാവുന്നതാണ്. ഇനി ആലില ലഭ്യമല്ലാത്തവർക്ക്, പ്രത്യേകിച്ചും വിദേശ രാജ്യത്ത് താമസിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആലില ലഭിക്കില്ല. നിങ്ങൾക്ക് ആലിലയ്ക്കു പകരം ഒരു ചെറിയ കഷ്ണം പേപ്പറിൽ ഇതേ രീതിയിൽ തന്നെ എഴുതി ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. ഏകാദശി ദിവസം രാവിലെയാണ് ഈ പരിഹാരം നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ രാവിലെ 8:30-നും 9:30-നും ഇടയിൽ ചെയ്യാവുന്നതാണ്. ഇനി വൈകിട്ടാണെങ്കിൽ 4-നും 5-നും ഇടയിലുള്ള സമയത്ത് ചെയ്യുക. ഈ ഒരു സമയത്ത് ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ ഫലം ലഭിക്കുന്നതാണ്. ഇനി മൂന്നാമതായി ശത്രുദോഷവും കൺദൃഷ്ടിയും നെഗറ്റീവ് എനർജിയും തടസ്സങ്ങളും മാറിക്കിട്ടുവാൻ ചെയ്യേണ്ട പരിഹാരമാണ്. ഈ ഒരു പരിഹാരം ചെയ്യുന്നതിനായി ഒരു മൺവിളക്ക് എടുക്കുക. മൺവിളക്കിൽ നല്ലെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിക്കാവുന്നതാണ്. പിന്നീട് ആ എണ്ണയിൽ 2 ഗ്രാമ്പൂ 1 ഏലക്കയും ഇടുക. ഈ മൺവിളക്ക് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ പുറത്ത് വലതുവശത്തായി കത്തിച്ചു വെക്കാവുന്നതാണ്. ഇനി ഒന്നുകൂടി വ്യക്തമായി പറയാം. വീടിനകത്ത് നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ വലതുവശം ആ ഒരു ഭാഗത്താണ് ഈ വിളക്ക് കൊളുത്തേണ്ടത്. ഇനി പുറത്ത് വിളക്ക് കൊളുത്തുവാൻ സാധിക്കാത്തവർക്ക് വീടിൻ്റെ അകത്തും വിളക്ക് കൊളുത്താവുന്നതാണ്. ഈ ഒരു പരിഹാരം ഏകാദശി ദിവസം വൈകിട്ട് 5:15-നും രാത്രി 10-നും ഇടയിലുള്ള ഏത് സമയത്തും ചെയ്യാവുന്നതാണ്. വിളക്ക് കൊളുത്തിയ ആ മൺവിളക്ക് പിറ്റേന്ന് എടുത്തു മാറ്റുന്ന ഈ മൺവിളക്ക് പൂജാമുറിയിലോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യത്തിനു വേണ്ടിയോ എടുക്കണ്ട. ഈ ദീപ വഴിപാട് ചെയ്യുന്നതിലൂടെ ശത്രുദോഷമില്ലാതാകും. കൺദൃഷ്ടിയും നെഗറ്റീവ് എനർജിയും പൂർണ്ണമായും മാറിക്കിട്ടുന്നതുമാണ്. ഈ 3 പരിഹാരം ചെയ്യുമ്പോഴും പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. അത് വളരെ പ്രധാനമാണ്. ഒപ്പം നമ്മുടെ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യുവാനും നമ്മൾ മറന്നു പോകരുത്. ഈ 3 പരിഹാരങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ഏതാണോ ആ ഒരു പരിഹാരം ചെയ്താൽ മതിയാകും. ഇനി 3 ചെയ്യുവാൻ സാധിക്കുന്നവർക്ക് 3 പരിഹാരവും ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ജന്മത്തിലെ അല്ലെങ്കിൽ മുൻ ജന്മത്തിലെ കർമ്മഫലം മൂലമാണ് അല്ലെങ്കിൽ ആ പാപങ്ങളുടെ ഫലം കാരണമാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത്. പൂർണ്ണ വിശ്വാസത്തോടും ആത്മസമർപ്പണത്തോടും കൂടി വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങളുടെ പാപങ്ങൾ അല്ലെങ്കിൽ കർമ്മവിനകൾ വളരെ നല്ല രീതിയിൽ കുറയുന്നതാണ്. 100% നഷ്ടം സംഭവിക്കുവാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് 10% അല്ലെങ്കിൽ 20% നഷ്ടത്തിൽ രക്ഷപ്പെടുവാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരു വലിയ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നത് പോലെ. ഇത് സാധിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഈ ജന്മത്തിലെ നിങ്ങളുടെ കർമ്മഫലങ്ങളും മൂലമാണ്. അതുകൊണ്ട് ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കാമിക ഏകാദശി വ്രതം എല്ലാവരും അനുഷ്ഠിച്ചോളൂ. ഉറപ്പായും അതിനുള്ള ഫലവും ഭഗവാൻ നൽകുന്നതാണ്. വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. കഴിയുന്നത്ര ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇനി ദാനധർമ്മങ്ങൾ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കില്ലെങ്കിൽ മറ്റുള്ളവരുമായി സമയം ചിലവഴിച്ച് അവരുടെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരിക. ഇതും ഒരുതരം ദാനമാണ്. ഇനി വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർ 2 നേരവും ലളിതമായ സ്വാത്വിക ഭക്ഷണം കഴിച്ച്, അതായത് സവാളയും വെളുത്തുള്ളിയും ഒഴിവാക്കിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. കഴിയുന്നത്ര കുറച്ച് സംസാരിക്കുക. മനസ്സിൽ സദാസമയവും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.